നമസ്കാരം. ആന എന്തോ ചെയ്തെന്ന് കണ്ട് ആട് ശ്രമിച്ച ഒരു കഥയുണ്ട്. അതുപോലെയാകുമോ കേരളത്തിന്റെ കാര്യം? സെലിമിറ്ററി ആരംഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണോ എന്നൊരു സംശയം. വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, CMOയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനിൽ ഇനിയിപ്പോ യോഗങ്ങൾ വിളിച്ചുകൂട്ടി ആളുകളൊക്കെ യാത്ര ചെയ്ത് കാറിൽ കയറി എത്താനൊക്കെ സമയം വൈകും. അതുകൊണ്ട് ഓൺലൈനിൽ, അപ്പൊ ഇതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഓൺലൈനൊക്കെ ലഭ്യമായിട്ട് പതിറ്റാണ്ടുകളായി. എന്തായാലും ഓൺലൈനിൽ അടിയന്തരമായ ഒരു മീറ്റിംഗ് കൂടി. എന്താണ്? തമിഴ്നാട് ശരവേഗത്തിൽ പോകുന്നു, നമ്മൾ ഇനി നോക്കിയിരുന്നാൽ നമ്മൾ എന്തായാലും പുറത്താകുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവസാന നിമിഷമെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറയാതെ പറഞ്ഞു വെച്ചതാണ്. അറ്റ് എ ഹൈ ലെവൽ ഓൺലൈൻ മീറ്റിംഗ് ചെയർഡ് ബൈ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ. മനസ്സിലായല്ലോ ആരാണെന്ന്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് തന്നെ കരുതുക. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM Abraham. Officials were instructed that TN Tamil Nadu has already moved ahead with plans to acquire 3,000 acres. Adira symbol. Plans to acquire 3,000 acres for similar industrial expansion near the Vizhinjam corridor. തലസ്ഥാനത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന വിഴിഞ്ഞം കോറിഡോർ, പോർട്ടിന്റെ കോറിഡോറിൽ 3000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ അവര് ശ്രമം തുടങ്ങി. ഇനിയിപ്പോ നാണക്കേടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, പഞ്ചായത്ത് വരികയാണ്, കോർപ്പറേഷൻ വരികയാണ്. അത് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിധി എഴുതും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ താഴ്ത്തിക്കെട്ടുന്നൊന്നുമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പോഴെങ്കിലും തുടങ്ങിയത് നന്നായി. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഒരു അണുവിട മാറിയിട്ടില്ല. TRV തലസ്ഥാനത്തെ പോർട്ട് രക്ഷപ്പെടാൻ പോകുന്നത്, തലസ്ഥാനത്തെ ജനങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് കേരള സർക്കാരിന്റെ നടപടി കൊണ്ടായിരിക്കില്ല, കളമശ്ശേരി സർക്കാരിന്റെ നടപടിയും കൊണ്ടായിരിക്കില്ല, തമിഴ്നാടിന്റെ കർണാടകയും മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളുടെ നടപടികൾ കൊണ്ടായിരിക്കും. TRVക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാകാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടാക്കണമെന്ന് കളമശ്ശേരി സർക്കാരിന് എന്തെങ്കിലും വീണ്ടും വിചാരം തോന്നിയിട്ടുണ്ടെങ്കിൽ അതാവാം. ഞങ്ങൾ ആരും അതിന് എതിരല്ല. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഒരുപോലെയാണ്. ഞങ്ങൾ ഇനി കാത്തു നിൽക്കാനൊന്നും തയ്യാറല്ല. ഞങ്ങൾ തമിഴ്നാടിനൊപ്പമാണ്, കർണാടകയ്ക്കൊപ്പമാണ്, ദേശീയതയോടൊപ്പമാണ്. ഇവിടെ അത്തരത്തിൽ സംസ്ഥാനങ്ങൾ, കാശ്മീർ മുതൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാർഗോ വന്നാൽ മാത്രമേ TRV വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിന് കാർഗോ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ കാർഗോ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ എതിരുമല്ല. എന്തായാലും വൈകി ഉദിച്ച ഈ ബുദ്ധിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ അതിനെയും താഴ്ത്തി കേട്ടതില്ല, അഭിനന്ദിക്കുന്നു. ഇത് പക്ഷേ കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഇപ്പൊ 3000 ഏക്കറൊക്കെയാണ്. ഒറ്റയടിക്ക് കേരളത്തിൽ 3000 ഏക്കർ സ്ഥലം കണ്ടുപിടിക്കണമെന്നൊക്കെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം ഒരു രാജ്യസ്നേഹം വേണം, ഒരു പ്രദേശത്തോട് സ്നേഹം വേണം, ആ പ്രോജക്റ്റിനോടൊരു സ്നേഹം വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, തമിഴ്നാട് 3000 എടുക്കുന്നു, കർണാടക ജപ്പാനിൽ പോകുന്നു, തമിഴ്നാട് യൂറോപ്പിൽ പോകുന്നു, അതുകൊണ്ട് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റേ പറ്റൂ. ഈ സമീപനമൊന്നും ഇവിടെ നടക്കില്ല എന്ന് വർഷങ്ങളായി തെളിയിക്കപ്പെട്ടതാണ്. അവിടെ പാലക്കാട് മുഖ്യമന്ത്രി പോയ കഥ അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോലും ആളില്ല. ഇതാണ് പറയുന്നത്, ജനങ്ങളോടൊരു ആത്മാർത്ഥത വേണം, ചെയ്യുന്ന കാര്യത്തോടൊരു ആത്മാർത്ഥത വേണം. അതില്ലെങ്കിൽ ഇതുപോലെ കേൾക്കാൻ ആളുകൾ എവിടെ എന്ന് നമ്മൾ യാചിക്കേണ്ടി വരും. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുന്നത് ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം ഇതിനേക്കാൾ ഗുരുതരമായിരിക്കും. തലസ്ഥാനത്ത് മാത്രമല്ല,
പാലക്കാട് മാത്രമല്ല, കേരളം മുഴുവൻ സൂചനകളാണ്. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഇവിടെ in an effort to accelerate port-led industrial development, the state government has urged key agencies including WISL, Industries Department, to immediately step up land acquisition efforts. അടിയന്തരമായി, ഇനി ഒട്ടും താമസിക്കാനില്ല. ഇവിടെ സെപ്റ്റംബർ ഒക്ടോബറായി, തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി. ഇനിയിപ്പോ ഒന്നും നടക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അത് കഴിയുമ്പോഴത്തേക്കും സർക്കാരിന്റെ വിധി എഴുതും. പിന്നെ അടുത്ത മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും വരും. തീർന്നു, സർക്കാരിന്റെ പ്രവർത്തനം തീർന്നു. ഇനിയിപ്പോ ജനങ്ങളെ മോഹിപ്പിക്കാനാണ്. ഞങ്ങൾ 3000 ഏക്കർ എടുക്കാൻ തീരുമാനിച്ചു, അപ്പോൾ നിങ്ങൾ സർക്കാരിനെ തള്ളി താഴെ ഇട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇനി അടുത്തു വരുന്ന സർക്കാരിനെതിരെ 5 വർഷവും നമുക്ക് സമരം ചെയ്യാം. ഈ വിസിൽ എന്ന് പറയുന്ന വെള്ളാനയോട്, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വിസിൽ എന്ന് പറയുന്ന വെള്ളാനയോട് 10 വർഷം മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പദ്ധതിക്ക് വേണ്ടി കല്ലിട്ടപ്പോൾ തന്നെ, പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ, ലാൻഡ് സൈഡിൽ പോർട്ടിന് പുറത്ത് നിങ്ങൾ ഭൂമി കണ്ടെത്തണം, ഭൂമി അക്വയർ ചെയ്യണം. അതേ തുകയ്ക്ക് അല്ലെങ്കിലും അനുബന്ധ തുകയ്ക്ക് ലാൻഡ് എടുക്കണമെന്ന് അന്നത്തെ ഭരണാധികാരികളോട് ഞങ്ങൾ 10 വർഷം മുമ്പ് ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊള്ളാത്തവരാണ് ഇപ്പോ വിസിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സ്പീഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ സ്പീഡാകില്ല. അങ്ങനെ എന്തെങ്കിലും സ്പീഡാകുന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിൽ വേഗത കാണിക്കണമായിരുന്നു. 200 മീറ്റർ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ, റെയിൽവേ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ, ബൈപ്പാസ് കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ, ബാലരാമപുരം കുപ്പിക്കഴുത്ത് നിവർത്തുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചെങ്കിൽ ഞങ്ങൾക്കൊരു വിശ്വാസം വരുമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 200 മീറ്റർ കണക്ട് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും പാവപ്പെട്ടവരുടെ കാർഗോ ഏതെങ്കിലും വഴിയിൽ കൂടി മെയിൻ ലൈനിലോട്ടൊക്കെ പോകുമായിരുന്നു. അതുപോലും നിങ്ങൾക്ക് ചെയ്യാൻ ആത്മാർത്ഥത ഇല്ലാത്തവരാണ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി 3000 ഏക്കർ കണ്ടെത്തണം എന്ന് പറയുന്നത്. കണ്ടെത്തിയാൽ നല്ല കാര്യം. 3000 അല്ല 5000 ഏക്കർ വേണമെങ്കിൽ ഇതേ കേരളത്തിൽ തന്നെ കണ്ടെത്താം. ഇല്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിന് ജനങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം. ജനങ്ങളെ ഒപ്പം നിർത്തി അവർക്കും കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള തരത്തിൽ കരുക്കൾ നീക്കിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഭൂമി നൽകും. ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിൽ നിങ്ങൾ തീർത്തും പരാജയപ്പെട്ടു. ജനങ്ങൾ കോടതിയിലോട്ട് പോവുകയാണ്. ഇതാണ് കേരള സർക്കാർ ഇത്തരം വികസന പദ്ധതികളോട്, പ്രത്യേകിച്ചും തലസ്ഥാനത്തെ വികസന പദ്ധതികളോട് നിങ്ങൾ കാണിക്കുന്ന ഒരു സമീപനം. ആദ്യം വരേണ്ട മെട്രോ പദ്ധതി പോലും നടപ്പാക്കാതെ തലസ്ഥാനത്തെ കബളിപ്പിച്ച സർക്കാർ, കേവലം 18 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാതെ വിമാനത്താവളത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇനി 3000 ഏക്കർ എടുത്തുകൊണ്ടാണ് തലസ്ഥാനവാസികളെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നവരല്ല തലസ്ഥാനവാസികൾ. ഒരു വശത്ത് 3000 ഏക്കറിന്റെ മോഹക്കപ്പൽ നമുക്ക് കാണിച്ചു തരുമ്പോൾ യഥാർത്ഥം എന്താണ്? യാഥാർത്ഥ്യം 1.83 കോടി രൂപ കൊടുത്തൊരു കൺസൾട്ടന്റിനെ നിയമിക്കുകയോ നിയമിക്കാൻ പോവുകയോ ചെയ്യുകയാണ്. എന്താണ് അപ്പോൾ സത്യം? അവർക്ക് 1 വർഷത്തെ സമയമുണ്ട്. അവരുടെ പഠനം തീരാൻ 1 വർഷം. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് സാരം. ഈ പഠനം തന്നെ, ഇതുപോലൊരു പഠനം പലപ്പോഴും സേലിംഗം പറഞ്ഞിട്ടുണ്ട്. അഹമ്മദാബാദിലെ ഒരു സ്ഥാപനം ഇവിടെ വന്ന് പഠനം നടത്തി. ആ റിപ്പോർട്ട് എവിടെ? അപ്പൊ ഈ 1.83 കോടി രൂപയും പോക്കാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ 1 വർഷം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാമല്ലോ, ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠനം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന കഥകൾ. അതിനിടയ്ക്ക് ഒരു സുഹൃത്ത് എത്ര സ്ഥലമാണ് കിൻഫ്ര തിരുവനന്തപുരത്ത് 300 ഏക്കർ എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഒരു കഥ ഇറക്കി വിട്ടല്ലോ. എത്ര സ്ഥലമാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഏറ്റെടുത്തതെന്ന് ചോദിച്ചപ്പോൾ മറുപടി, വിവരാവകാശം വഴി ഞങ്ങൾ 50 ഏക്കർ കാട്ടാക്കട താലൂക്കിൽ കണ്ടെത്തിയെന്നാണ്, എടുത്തെന്നല്ല, കണ്ടെത്തി, ഐഡന്റിഫൈ ചെയ്തു. കിൻഫ്ര ഈസ് പ്ലാനിംഗ് ടു അക്വയർ 50 ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. പ്ലാനിംഗ് ആണ്. ഈ ആസൂത്രണവും പ്ലാനിങ്ങും എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടെ നടക്കുകയാണ്. അതിലൂടെയാണല്ലോ നമ്മൾ കേരളം പടവലങ്ങ പരുവത്തിലായി മാറിയിരിക്കുന്നത്.